بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة إلا بالله العلي العظيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وصلى الله على سيدنا محمد وعلى آله وصحابه وأزواجه وذرياته وعلى سيدتنا خديجة الكبرى رضي الله عنها رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടി ഫാത്തിഹ സൂറത്ത് ഇഖ്ലാസ് മഅനദത്തിൽ ഓതിയത് നമ്മിൽ പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള ഇൽമിന്റെ സദസ്സാക്കി അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ മാറ്റി തരട്ടെ. നിസ്കാരം ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 5 വക്ത് നിർബന്ധമായിട്ട് നിർവഹിക്കേണ്ട കർമ്മമാണ് നിസ്കാരം എന്നത് നമുക്കറിയുന്നതാണ്. നിസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ള ഇബാദത്തുകൾ പോലെയല്ല എന്ന് നമുക്കറിയുന്നതാണ്. ഇസ്ലാമിൻ്റെ 5 നിർബന്ധമായ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ദിവസവും നിർബന്ധമായിട്ടും 5 സമയത്തും നമ്മൾ ചെയ്യേണ്ടതാണ് നിസ്കാരം എന്ന് പറയുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അതിനുള്ള സാമ്പത്തികമായ ശാരീരികമായ കഴിവുണ്ടെങ്കിൽ ചെയ്താൽ മതി. റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് കൊല്ലത്തിൽ 1 മാസം നോറ്റാൽ മതി. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവനുണ്ടോ, ജീവനുള്ള കാലത്തോളം എല്ലാ ദിവസവും 5 വക്ത് നിസ്കാരം അവർക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്, ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. നമ്മളൊക്കെ കൃത്യമായിട്ട് മുറ പോലെ ചെയ്യുന്നവരും ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് നിസ്കാരം കൊണ്ട് എന്താണ് ഉദ്ദേശം, അതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം ഉള്ളത് എന്നുള്ള വിഷയമാണ്. അപ്പൊ നമ്മൾ പല വിഷയങ്ങളും പറഞ്ഞു. ഈ ലോകത്ത് വിജയിക്കാൻ നിസ്കാരം വേണം, നമ്മുടെ പ്രയാസങ്ങൾ മാറാനുള്ള മറ്റൊരു മാർഗം നിസ്കാരമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറഞ്ഞത് ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് 10, 13, 14 കാര്യങ്ങളോളം നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് കൂടെ പറഞ്ഞു വെച്ചു നമ്മൾ കഴിഞ്ഞ മാസം. ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയേക്കും നിങ്ങൾ. അത് കൃത്യമായിട്ട് പകർത്തുകയും ജീവിതത്തിൽ ചെയ്യുന്നവരുമായിരിക്കും നിങ്ങൾ. അതായത് നിസ്കാരത്തിന് വേണ്ടി തുടങ്ങുന്ന സമയം മുതൽ, ആ വുളുവെടുക്കുന്ന സമയം മുതൽ അറിഞ്ഞുകൊണ്ട്, പടച്ച റബ്ബിൽ അറിഞ്ഞുകൊണ്ട് വുളുവെടുക്കുക എന്നുള്ളതും, ഓരോ അവയവം കഴുകുമ്പോഴും അതിൻ്റെതായ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതും, ചുരുങ്ങിയത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള ദിക്റെങ്കിലും ചൊല്ലുക എന്നുള്ളതും, അങ്ങനെ വുളു കഴിയുന്നത് വരെ 6 നല്ല ചിന്തയിൽ വുളുവെടുക്കുക എന്നുള്ളതും, വുളുവിന് ശേഷമുള്ള ദിക്റ് ചൊല്ലുക എന്നുള്ളതും, അതിനുശേഷം നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ചെയ്യുക എന്നുള്ളതും, ഇതൊക്കെ അല്ലാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ ദോഷങ്ങൾ പോക്കാനും നിസ്കാരത്തിൽ ഖുശൂഅ് ലഭിക്കാനുമുള്ള കാരണമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കും. അത് പതിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് പെട്ടെന്ന് ഫർദ് നിസ്കാരത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യൂല, ഖുശൂഅ് കിട്ടണം എന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ പല ചിന്തകൾ മനസ്സിലേക്ക് വരും, സ്വാഭാവികമാണ്. അടുപ്പത്ത് വെച്ച കറിയിൽ ഉപ്പുണ്ടോ എന്നുള്ളത് മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ വെച്ചുണ്ടാക്കിയ ഭക്ഷണം അറിയിക്കണോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ മറ്റുള്ള പല വിഷയങ്ങളും മനസ്സിലേക്ക് വരും. അപ്പോ അതുകൊണ്ടാണ് മഹാന്മാർ ഈ സുന്നത്ത് എന്ന് പറയുന്ന നിസ്കാരം കൊണ്ടുവച്ചത്. എന്തിനാണ്? അത് ഈ ഖുശൂഅോടുകൂടി നമുക്ക് നിസ്കരിക്കണം. നമുക്ക് ഫർളായത് ആ നിസ്കാരം മാത്രം. അതിന് മുമ്പ് സുന്നത്തായ നിസ്കാരം വെച്ചത് ഈ ഫർള് നിസ്കരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ കഴിയണം. അപ്പൊ എന്ത് ചെയ്യും, അതിന് മുമ്പ് ഒരു സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന് ഇങ്ങനെ പടച്ചവനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ വരും. അപ്പൊ ഒരു ഫാന് നിങ്ങൾ കണ്ടില്ല, ഒരു ഫാൻ നമ്മൾ ഓഫാക്കണം. ഒരു ഫാൻ ഓഫാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിൽക്കൂലല്ലോ. മറിച്ച് എന്താ, ആ സ്പീഡ് കുറഞ്ഞ് വന്ന് വെല്ലെ അത് എന്ത് ചെയ്യുള്ളൂ, ഒരു ഫാൻ നിൽക്കുള്ളൂ. ഇതേമാതിരിക്കാൻ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാനൊരു 100 നിസ്കാരം ഇപ്പൊ കഴിഞ്ഞു, ആ നിസ്കാരത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യൂല, പെട്ടെന്ന് ഖുശൂഅ് ചിലപ്പോൾ ലഭിക്കണം എന്നില്ല. അതിനാണ് ഒരു ഫാൻ ഓഫാക്കുന്ന പോലെ
ആദ്യം ഒരു സുന്നത്ത് നിസ്കാരം കൊടുക്കും. അപ്പം എന്ത് ചെയ്യും? പതുക്കെ 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 ദുന്യാവുമായുള്ള ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാകും. അതിന് മുമ്പ് ചെയ്ത പണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സുന്നത്ത് നിസ്കാരത്തോടെ എന്ത് ചെയ്യും? മനസ്സിൽ നിന്ന് പോകണം. സുന്നത്ത് നിസ്കാരം കഴിയുമ്പോൾ ഇതിന് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു 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 നിൽക്കണം. എന്നിട്ട് ഫർദിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഫർദിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഖുശൂഅോട് കൂടെ നിസ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ നിസ്കാരത്തിൽ ദോഷങ്ങൾ കുറിപ്പിക്കുന്ന 2 സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലുന്ന റബ്ബി ഗ്ഫിർനി വറഹ്മനി വജ്ബുർനി വഹ്ദിനി തുടങ്ങിയ ദിക്ർ അത് നമ്മുടെ ദോഷങ്ങളെ കുറിപ്പിക്കാനുള്ളതാണ് പറഞ്ഞു. അതുപോലെ അത്തഹിയ്യാത്തിന്റെ അവസാനത്തെ ദുആ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു തുടങ്ങിയ ദുആ അത് നമ്മുടെ ദോഷങ്ങൾ കുറിപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ചൊല്ലുന്നതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത് 3 തവണ. അത് നമ്മുടെ ദോഷങ്ങൾ കുറിപ്പിക്കുമെന്ന് പറഞ്ഞു. മുജാഹിദാൾ പറയുന്ന വായിക്കല്ല. അതായത് മുജാഹിദാൾ എന്താ പറഞ്ഞത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതായത് മുത്തുനബി ദിവസവും 100 തെറ്റ് ചെയ്യാറുണ്ടാണെന്നാണ് മുജാഹിദാളുടെ വിശ്വാസം. കാരണം എന്ത്? മുത്തുനബി എന്നും 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലലില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തെറ്റ് ചെയ്തോലല്ലേ ഇസ്തിഗ്ഫാർ ചെയ്യുള്ളൂ, അസ്തഗ്ഫിറുല്ലാഹ് പറയുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് നബി ദിവസം 100 തെറ്റ് ചെയ്യാറുണ്ടെന്നാണ് ഓള് പറയുന്നത്. നമ്മളങ്ങനെയല്ല. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യാണ്? നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് മുതൽ പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പഠിച്ചവരെ ഞാൻ നിസ്കരിച്ച നിസ്കാരം വേഗം തെറ്റായി പോയല്ലോ, ഞാൻ നിസ്കരിച്ച വേഗം തെറ്റായി പോയ അസ്തഗ്ഫിറുല്ലാഹ് അലീം ആർത്ത് വെക്കേണ്ടി വരും. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് പറയുന്ന ദിക്ർ തെറ്റുകൾ ചെയ്തതിന് വേണ്ടി മാത്രമല്ല, അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുന്ന ഒരു ദിക്ർ കൂടിയാണ്. ആ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതോടുകൂടെ അല്ലാഹു നമ്മൾ ശുക്ർ ചെയ്യുന്നു. ആ ശുക്രിന്റെ അടിസ്ഥാനത്തിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നത് എന്നുള്ളതാണ്. അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ടല്ല. നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ അങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അവന്റെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ മുമ്പ് ഒരു ചരിത്രം പറഞ്ഞിരുന്നു. ആരതാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെതാണെന്ന് തോന്നുന്നു. മഹാനവറുകൾ സഞ്ചരിച്ചൊരു യാത്രയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാത്രിയായപ്പോ മഹാനവറുകൾ എന്ത് ചെയ്തു? ഒരു പള്ളിയിൽ കയറി കിടന്നു. ഇന്നിപ്പോ ഇവിടെ താമസിക്കാം എന്ന് വിചാരിക്കണം. അങ്ങനെ അവിടെ താമസിക്കാൻ ഇങ്ങനെ വിചാരിച്ച് കിടക്കുന്നപ്പോൾ അവിടുത്തെ മുക്രി മഅദിന് വന്ന് കാണി പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റൂല മോലിയാരെ, ഇവിടെ കിടക്കാൻ പറ്റൂല, ഇവിടെ പള്ളി കൂട്ടുകയാണ്. അപ്പൊ മഹാനവറുകള് ഞാനൊരു യാത്രക്കാരനാണ്, ചെന്നിവിടെ കിടക്കണം, പറ്റൂലേ, ഇവിടെ പള്ളി കൂട്ടണം, നടക്കാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പൊ പറഞ്ഞു നോക്കി, ഞാൻ അബൂ ഹനീഫ ഇമാമാണ്, ഏത് ഇമാമായാലും വേണ്ടില്ല. അങ്ങനെ പല ആൾക്കാരും പല ഇമാമാരോടെ വരുന്നുണ്ട്, അതൊന്നും നടക്കൂല, പള്ളിയിൽ നിന്ന് ഇറങ്ങണം പറഞ്ഞു. അങ്ങനെ മൂപ്പരെ പള്ളിക്കൊന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കി മഹാനവറുകൾ ഇന്നിപ്പോ റബ്ബേ എവിടെയാണ് ഇപ്പൊ രാത്രി താമസം കിട്ടാന്ന് വിചാരിച്ചപ്പോൾ കുറച്ചങ്ങനെ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഒരു വീട് ഉണ്ട്. ആ വീട്ടിൽ വെല്ലടിച്ചു. ഇപ്പൊ അന്ന് വെല്ലുണ്ടോ ചോദിച്ചാൽ അത് കണ്ട ആ വീട്ടിലെ വാതിൽ മുട്ടി. അങ്ങനെ എന്ത് ചെയ്യാണ്? വീട്ടുകാരൻ വാതിൽ തുറന്നു. ഞാനൊരു യാത്രക്കാരനാണ്, ഇന്നിവിടെ കടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എന്താ സംശയം, നിങ്ങൾക്ക് കടക്കാനോ, ഇവിടെ കടന്നോളിയാണ്. അങ്ങനെ അന്ന് രാത്രി അവിടെ താമസിക്കുകയാണ് മഹാനവറുകള്. അങ്ങനെ മഹാനവറുകൾ താമസിക്കുമ്പോൾ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ നിൽക്കുമ്പോൾ ഈ വീട്ടുകാരുണ്ട് ഭയങ്കര ദുആ, ഭയങ്കര ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അങ്ങനെ ചൊല്ലുന്ന പരിപാടി. അപ്പോ അഭ്യർത്ഥിക്കുകയാണ്. എന്താണ്? മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അഭ്യർത്ഥിച്ച കാരനായിട്ട് അവിടെ താമസാക്കി. അങ്ങനെ അദ്ദേഹം ഭയങ്കര ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വീട്ടുകാരന്. അപ്പോ ചെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരേ ഉറക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഭയങ്കര ഇസ്തിഗ്ഫാർ ചൊല്ലണ്, എന്തേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ കുറേ കാലായി, കുറേ വർഷമായി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയിട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാകും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് നിരന്തരമായിട്ട് നമുക്കൊരു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും എന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നു. ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയ കാരണം കൊണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലിയ കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നു. ഒരു കാര്യം കൂടി ബാക്കി, അതുകൂടി കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അച്ഛനെ മരിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഏതാ കാര്യം ചോദിച്ചപ്പോ അവിടുന്ന് പറയാണ്, ഈ ലോകത്ത് വലിയൊരു പണ്ഡിതനല്ലേ,
ഇമാം അബൂ ഹനീഫ എന്ന് പറയുന്ന ഹനീഫ ഇമാമിലെ വലിയ പണ്ഡിതൻ, അദ്ദേഹത്തെ നമുക്ക് കാണണമെന്നുള്ള വല്ലാത്തൊരു താല്പര്യമാണ് ആ മനുഷ്യൻ പറയാം. അതിനു വേണ്ടിയാണ് ഞാൻ നിരന്തരമായിട്ട് രാപ്പകലുകളില്ലാതെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നോക്കിങ്ങള്. അപ്പോ അബൂ ഹനീഫ ഇമാം പറയാ, കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയാ, നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾ അവസാനത്തെ ആഗ്രഹം പൂർത്തിയായിട്ടുണ്ട്. ആ മഹാനായ അബൂ ഹനീഫ ഇമാം ഞാനാണെന്ന് പറയാണ്. നിങ്ങള് അപ്പൊ ഇസ്തിഗ്ഫാർ പറഞ്ഞു ഒരു വിഷയമല്ല. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പൊ ഹബീബായ തങ്ങൾ ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലി എന്താ അള്ളാഹുവിന്റെ ശുക്ർ കാരണമായിട്ടാണ്. അപ്പൊ പറഞ്ഞു വരുന്ന നിസ്കാരത്തിന് ശേഷമുള്ള ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക, അത് നമ്മുടെ നിസ്കാരത്തിലുള്ള പോരായ്മകളൊക്കെ പരിഹരിക്കാനും നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലാറുള്ള സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ കൂടി ചൊല്ലി 100 പൂർത്തിയാക്കിയാൽ ഹബീബായ തങ്ങളുടെ ഹദീസ് എന്താ? കടലിലെ നുരകളോളം അവന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അത് അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ചൊല്ലലുമാർക്ക് ചൊല്ലലും വേണ്ട നമ്മൾ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. വിരലുമ്പോഴേക്കാളും ചിലപ്പോൾ എണ്ണം പിടിച്ച് വെക്കുക. ആ വിരലും എങ്ങനെ ഒരു വിരലുമ്പോൾ തന്നെ 6 എണ്ണം പിടിച്ചു. അപ്പൊ ഭയങ്കര സ്പീഡ് കൂടും നമുക്ക്. അപ്പൊ എന്ത് ചെയ്യും? അക്ഷരങ്ങൾ ഫുള്ള് തെറ്റ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ് അവസാനം ഹാവുണ്ട്. അപ്പൊ നമ്മൾ അഹോരാത്രം പരിശ്രമിക്കുകയാണ് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി. അപ്പൊ സുബ്ഹാനല്ലാഹ് അവസാനത്തെ ഹാവ് അടക്കം ഉച്ചരിച്ചുകൊണ്ട് സുബ്ഹാന ചൊല്ലണം. അങ്ങനെ 33 തവണ ചൊല്ലുക. അൽഹംദുലില്ലാഹ് അവസാനം ഹാവുണ്ട്. അപ്പൊ അത് ആ മട്ടത്തിൽ ചൊല്ലുക. അല്ലാഹു അക്ബർ എന്ന അക്ഷരങ്ങൾ തെറ്റാതെ ചൊല്ലുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യും? ആ ദോഷങ്ങൾ പൊറുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നോക്കുക നമുക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറയും. ഇനി നോക്കുക, നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതിന്റെ മറ്റൊരു ഉത്തരം നമ്മൾ പറയണം. അപ്പൊ ദോഷങ്ങൾ പൊറുക്കാനാ പറഞ്ഞു, മറ്റുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്? അല്ലാഹു തആല സൂറത്ത് ത്വാഹയിൽ 14-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്, നിങ്ങൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. എന്തിനാണ്? എന്നെ ഓർക്കാൻ വേണ്ടിയാണ് നിസ്കാരം എന്ന് പറയാം. നോക്കിങ്ങള്, അതായത് നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ? പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയാണ്, അല്ലേ? പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ഒരാൾക്ക്, അത് കൃത്യതയോടെ നിർവഹിക്കുന്ന ഒരാൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇവിടെ 2 രൂപം മഹാന്മാര് പറയുന്നുണ്ട്. ആ 2 രൂപ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നെന്താ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒന്ന്, നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യും? നമ്മളെ കുറിച്ച് മലക്കുകളോട് പുകഴ്ത്തി പറയും. അല്ലാഹു നമ്മളെ കുറിച്ച് മലക്കുകളോട് പുകഴ്ത്തി പറയും. നിസ്കരിച്ചാൽ മാനിക്ക് നിസ്കരിക്കണം. അപ്പൊ അല്ലാഹു തആല നമ്മളെ ഓർക്കുകയാണ്. ഓരോ വക്ത് നമ്മൾ നിസ്കരിക്കുമ്പോഴും പടച്ച റബ്ബ് നമ്മളെ ഓർക്കുന്നു എന്നുള്ള ഒരർത്ഥം. മറ്റൊരർത്ഥം, നമ്മൾ നിസ്കരിക്കുമ്പോ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താ? നമ്മൾ എന്ത് ചെയ്യും? ഒരു ദാക്കിറാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ കൃത്യതയോടെ നിസ്കരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്തിന് നിസ്കരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരം. ഇത് നോക്കി നമുക്കൊരു ഉദാഹരണം പറയാം. അതായത് നമ്മളിന്ന് ളുഹ്ർ നിസ്കരിച്ചു. എന്തേ അല്ലാഹു തആല ഒറ്റയടിക്ക് 5 വക്ത് നിസ്കാരമാക്കാതിരുന്നത്? ഓരോ സമയത്തും വ്യത്യസ്തമായ സമയത്ത് 5 വക്ത് നിസ്കാരം വെച്ചല്ലോ. എന്തേ? നമ്മൾ ളുഹ്ർ നിസ്കരിച്ചു. ആ ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞ അസ്ർ വരെ നമുക്ക് നമ്മുടെ ഖൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. അതിനാണ് ളുഹ്ർ വെച്ചത്. അപ്പൊ അസ്ർ വരെ ചിന്ത ഉണ്ടാവും. അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ മഗ്രിബ് വരെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം, ആ ഖൽബിൽ നമുക്ക് ഉണ്ടാവണം. മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇശാ വരെ ആ ചിന്ത ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ആ നിസ്കാരത്തോടും കൂടെ തെറ്റുകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് നന്മയിലായിട്ടുള്ള ജീവിതം അടുത്ത നിസ്കാരം വരെ ഉണ്ടാവണം. അതിനാണ് അടുത്ത നിസ്കാരം നിസ്കരിക്കുന്നത്. അപ്പോ
നിസ്കാരത്തിന് പുറത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. എന്നാലൊന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ ഉമ്മമാരെ, അങ്ങനത്തെ നിസ്കാരം, എങ്ങനത്തെ നിസ്കാരം? നിസ്കാരത്തിന് പുറത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം, അതിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്. എന്നാലോ ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. നിസ്കാരത്തിന് പുറത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവാതെ നിസ്കരിക്കണേ, എന്നാലോ ആ നിസ്കാരത്തിൽ തന്നെ നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടോ? നമ്മളൊന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു നോക്കുക. അപ്പോ അല്ലാഹു തആല ഓർക്കുന്നവരാവാൻ വേണ്ടിയാണ് 5 വക്ത് നിസ്കാരം വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരാൾക്ക് ചോദ്യമുണ്ട്, എന്താ ഈ 5 വക്ത് നിസ്കാരം നിസ്കരിച്ചുമ്പോ എങ്ങനെയാണ് ദാക്കിരീങ്ങൾ ദിക്ർ ചൊല്ലുന്നവൻ ഉൾപ്പെടാൻ കഴിയുക? കാരണം നമ്മള് ഒരു നിസ്കാരം നിസ്കരിച്ച പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടല്ലേ എന്തുള്ളത് അടുത്ത നിസ്കാരമുള്ളത്. അപ്പൊ ഒരു മുഴു ടൈമും ദിക്ർ ചൊല്ലുന്നവനായിട്ട് അവനെ കണക്കാക്കുമോ എന്നാണ് ചോദ്യം. അള്ളാഹു തആലയെ ഓർത്ത് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ആൾക്കാർ വിജയിച്ചു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നത് നോക്കി നിങ്ങൾ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീറു ഫി തുരീഖി മക്ക ഫമറ അലാ ജബൽ. മക്കയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹബീബായ തങ്ങൾ ഒരു മലയുടെ പർവ്വതത്തിന്റെ അടുത്തെത്തി. അപ്പൊ ഹബീബായ തങ്ങള് പെട്ടെന്ന് പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, മുഫരിദുകൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. മുഫരിദുകൾ വിജയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബിമാര് വമൽ മുഫരിദ് യാ റസൂലല്ലാഹ്, ആരെ നബി മുഫരിദ് എന്ന് പറഞ്ഞാല്? സാധാരണ മുഫരിദ് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ആൾക്ക് മുഫരിദ് അറിയാം, കൂട്ടുകാരികളൊക്കെ ഒഴിവാക്കി ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരാൾക്കാണ് മുഫരിദ് എന്ന് പറയും. അപ്പൊ സ്വഹാബിമാര് ചോദിക്കണം, ആരപ്പോ മുഫരിദ് എന്നുള്ളത് അങ്ങ് ഉദ്ദേശിച്ചത്? മുഫരിദുകൾ വിജയിച്ചു എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്, അത് ആരാണ്? അപ്പൊ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖാല അസ്സാകിറൂനല്ലാഹ കസീറൻ വസ്സാകിറാത്ത്. എന്താ പറയണേ? അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വിജയിച്ചു എന്നാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. അപ്പോ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന എല്ലാവരും എന്നല്ല, പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ പറഞ്ഞു, അങ്ങനെ അവർ വിജയിച്ചു എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. അപ്പോ ഇതിപ്പോ എന്ത് ചെയ്യും? ഇവിടെ പറയാനുള്ള കാരണം എന്താ? നിസ്കരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഹബീബായ തങ്ങൾ പറഞ്ഞ ദാക്കിരീങ്ങളിൽ ഉൾപ്പെടാൻ കഴിയും, ദിക്ർ ചൊല്ലുന്നവരിൽ ഉൾപ്പെടാൻ കഴിയും. അതെങ്ങനെ? മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു 2-3 ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, 2-3 വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്ർ ചൊല്ലുന്ന മുഴുവൻ സമയവും ദിക്ർ ചൊല്ലുന്ന, അല്ലെങ്കിൽ മുഴു സമയവും ദിക്റായിട്ട് കഴിയുന്ന പുരുഷന്മാരും സ്ത്രീകളും വിജയിച്ചു എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരർത്ഥം നമുക്ക് ഇങ്ങനെ വെക്കാം. എങ്ങനെ? ഫി അദ്ബാരി സ്വലവാത്തി വഖുദുവൻ വഅശിയൻ ഫി വഫിൽ മവാജി വഇൻദ തിബാഹി മിനൻ നൗമി. അതായത് എന്ത് പറയാ, നിസ്കാര ശേഷമുള്ള നമുക്ക് പ്രധാനപ്പെട്ട കുറേ ദിക്റുകൾ നമുക്ക് ചൊല്ലാറുണ്ട് അല്ലേ? നമ്മൾ ചൊല്ലലില്ലേ? പ്രധാന സമയത്ത് ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്. ഈ ദിക്ർ കൃത്യമായിട്ട് ഒരാൾ ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ എക്സ്ട്രാ ഒരു ദിക്റിന്റെ ആവശ്യമില്ല. ഈ പ്രധാന സമയത്ത് ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിജയിക്കാൻ കഴിയും എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇല്ല. എങ്ങനെ? നിസ്കാര ശേഷമുള്ള ദിക്ർ നമ്മൾ ചൊല്ലാറുണ്ട്, രാവിലെ മുതൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്ർ, അതുപോലെ തന്നെ വുളുവിന് ശേഷമുള്ള ദിക്ർ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്ർ ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദ അത്അമ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന ദിക്ർ. അല്ലെങ്കിൽ ചുരുങ്ങിയ അൽഹംദുലില്ലാഹി എങ്കിലും ചൊല്ലി പതിവാക്കുക. അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദിക്ർ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുള്ള ദിക്ർ, അതുപോലെ തന്നെ കിടക്കാൻ പോകുമ്പോഴുള്ള ദിക്ർ. ഈ ദിക്റുകൾ തന്നെ ഒരാൾ കൃത്യമായിട്ട്, അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ദിക്ർ, ഇത് തന്നെ ഒരാൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹബീബായ തങ്ങൾ പറഞ്ഞ ദിക്ർ ചൊല്ലുന്നവർ വിജയിച്ചു എന്നുള്ള ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുമെന്നാണ് മഹാന്മാർ പറയുന്നത്. അപ്പൊ അത് കുറേ ചൊല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട? വേറെ കുറേ ദിക്റിന്റെ പിന്നാലെ നടക്കുന്ന സിസ്റ്റം വേണ്ട.
ഹബീബായ തങ്ങൾ പറഞ്ഞ ഈ പ്രധാന സമയത്തുള്ള ദിക്ർ ആദ്യം അത് ചെയ്യാം. അത് കൃത്യമായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പിന്നെ അഷ്ട ദിക്റുമാണെങ്കിൽ എന്ത് ചെയ്യുക, മറ്റേ ഉസ്താദിന്റെ വീഡിയോയും അല്ലെങ്കിൽ യൂട്യൂബിലെ മറ്റേ ഉസ്താദിന്റെ ദിക്റും അതുപോലെ തന്നെ മറ്റേ ഉസ്താദിന്റെ വേറൊരു ദിക്ർ വാങ്ങുക. അങ്ങനെയുള്ള ദിക്റൊക്കെ വാങ്ങൽ എപ്പോഴാ, അങ്ങനെ ദിക്റുകൾ ചൊല്ലൽ എപ്പോഴാ? ഹബീബായ തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന കുറേ ദിക്റുണ്ട് പ്രധാന സമയത്ത് ചൊല്ലാനുള്ള. ആ ദിക്ർ ആദ്യം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക. അത് പതിവാക്കിയാൽ തന്നെ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അത് പതിവാക്കിയാൽ തന്നെ നമുക്ക് അള്ളാഹുവിനെ ഓർക്കുന്നവരാവാൻ കഴിയുമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പൊ ആദ്യം അത് പതിവാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, വേറെ കുറേ ദിക്റിന്റെ പിന്നാലെ പോവുക. അത് കഴിഞ്ഞിട്ട്, അതിന് മുമ്പല്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, ഭയങ്കര നിസ്കാരയിക്കാൻ രാത്രിക്ക് ഭയങ്കര ഖുർആനോദയിക്കാൻ താജുദൊക്കെ ഉസാറായിട്ട് നിസ്കരിച്ചു വരും. എന്നിട്ടോ താജുദ്ദീൻ ഞങ്ങൾ കടന്നു പറയുമ്പോൾ സുബൈ നിസ്കരിച്ചു, സുബൈ ജമാഅത്തിന് പേരുടെ സുബൈ നിസ്കരിച്ചില്ല. അതുകൊണ്ട് കാര്യമില്ല. അതായത് ഈ സുബഹി നിസ്കാരം എന്ന് പറയുന്നത് ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലമുള്ള നിസ്കാരമാണ് സുബഹി. അത് ഒഴിവാക്കി കാണുന്ന വേറെ കുറെ ഇബാദത്ത് ചെയ്യുന്നതിന് അർത്ഥമല്ല. അതായത് നമുക്ക് കൃത്യമായി പറയപ്പെട്ട കുറെ ഇബാദത്തുകളുണ്ട്. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് പ്രധാന സമയങ്ങളിലും നമുക്ക് ഹബീബാ തങ്ങളിലും ചെറുപ്പം മുതൽ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന ആ കൃത്യതയോടെയുള്ള ഇബാദത്തുകളുണ്ട്. അതിനേക്കാളും പ്രതിഫലമുള്ള വേറെ ഇബാദത്ത് വേറല്ല. അപ്പൊ അത് നമ്മൾ മുറ പോലെ നിർവഹിക്കണം. അപ്പൊ ഒരാൾ താജുദ്ദീൻ എണീറ്റു, മാണ്ട രാത്രി 2 മണി 3 മണിക്ക് നീച്ചു, ഞാൻ നിന്നതിന് ഫുള്ള് ഇബാദത്താണ്, ഫുള്ള് ദിക്റുല്ലാണ്, ഫുള്ള് നിസ്കാരമാണ് പറഞ്ഞാണ്ട് അയാൾ എന്ത് ചെയ്തു, രാത്രി ഇരുന്നിങ്ങനെ ദിക്റുല്ലി കേട്ടോ. ആ കാരണം കൊണ്ട് അയാൾക്ക് സുബൈ ജമാഅത്ത് കിട്ടിയില്ല, എന്നാ ദിക്റ് ചൊല്ലണ്ട. ആ കാരണം കൊണ്ട് അയാൾക്ക് സുബൈ കളായി, ഉറക്കം വന്നു. അങ്ങനെയുണ്ട്. ഉമർ റളിയല്ലാഹു കാലത്ത് ഒരാൾ സഹാബി രാത്രി ഭയങ്കര നിസ്കാരമായി. പക്ഷേ അങ്ങനെ നിസ്കാരമായപ്പോൾ അതിന് ക്ഷീണം കൊണ്ട് തുടങ്ങി, സുബൈ ജമാഅത്ത് കിട്ടിയില്ല. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനേക്കാളും കൂലി കിട്ടുന്നതാണ് സുബൈന്റെ ജമാഅത്ത്. അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കി കാണുക, അതിന് നിൽക്കില്ലേ എന്ന് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കപ്പെട്ട ദിക്റുകളും ഇബാദത്തുകളും കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമ്മൾ പെർഫെക്റ്റ് ആയാൽ ബാക്കിയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അപ്പൊ ഒന്നതാണ്. ഓക്കെ, അപ്പോ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞ ദിക്ർ ചൊല്ലുന്നവർ വിജയിച്ചു എന്ന് പറഞ്ഞ ഒരു അർത്ഥം അതാണ്. ഈ നോക്കി, രണ്ടാമതൊരർത്ഥം ഹബീബായ തങ്ങളുടെ ഹദീസ്, ഇദാ അയഖദ റജുലു അഹ്ലഹു മിനൽ ലൈലി ഫസല്ലയ ഔ സല്ല റകഅതൈനി ജമീഅ കുതിബ ഫിദ്ദാകിരീന വദ്ദാകിറാ. ഹബീബായ തങ്ങൾ ഹദീസിൽ പറയാണ്, ഒരാൾ രാത്രി, ഈ ക്ലാസ്സിന് വരുന്ന ഒരു ഉമ്മ രാത്രി എന്ത് ചെയ്യാണ്, തഹജ്ജുദിന് സുബഹിന് മുമ്പ് ഒരു 4:30, 5:10, 5:13 വാങ്കാണെങ്കിൽ ഓരെന്ത് ചെയ്താണ്, ഒരു 4:30 നീച്ചാണ്. എന്നിട്ടോ 4:30 നീച്ചിട്ട് തൻ്റെ അപ്പുറത്ത് കിടക്കണ ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്, അല്ലെങ്കിൽ തൻ്റെ മക്കളായ കുട്ടികളൊക്കെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അവര് വുളു എടുത്ത് പല്ലൊക്കെ തേച്ച് വുളുവൊക്കെ എടുത്ത് അവരൊപ്പം ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചു. തഹജ്ജുദിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കുകയും എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെ വിളിച്ചുണർത്തുകയും ചെയ്താൽ ഹബീബായ തങ്ങൾ പറയാ, അവന് ദാകിരീങ്ങളിലും ദാക്കിറാത്തിലും ഉൾപ്പെടും. അള്ളാഹുവിനെ മുഴു സമയം ഓർക്കുന്ന ലിസ്റ്റിൽ അവന്റെ പേര് രേഖപ്പെടുത്തും. അപ്പൊ താജിനെ കുറിച്ച് നോക്കണം, അതിനാദ്യം അവനെ നീച്ചണം, അവരെ നീച്ച് പരിശീലിക്കുക. ചില മഹാന്മാരൊക്കെ തഹജ്ജുദിന്റെ സമയം എന്ന് പറയുന്നത് ഭയങ്കര പവിത്രമായ സമയമാണ്. ആ സമയത്ത് വെറുതെ നീച്ചെന്ന് പറയുന്നത് തന്നെ ഒരു മഹത്വമുള്ള കാര്യമാണ് ചില മഹാന്മാർ പറഞ്ഞു. അപ്പോ കേരളത്തെ സാമൂഹ്യ സുരക്ഷയുടെ പെരുത്താക്കി മാറ്റുക, പൊതുവിദ്യാഭ്യാസ പൊതുജനാരോഗ്യ മേഖലകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക. തഹജ്ജുദിന്റെ സമയത്ത് ചില മഹാന്മാർ എന്ത് ചെയ്യുന്നു, അവരെ പെരയിൽ തൊട്ടിലെ കുട്ടി ഉണ്ടാവും. തൊട്ടിലുള്ള കുട്ടിയെപ്പോലും അവരെന്ത് ചെയ്യും, ആ തഹജ്ജുദിന്റെ ഒരു സമയത്ത് ആ ഒരു ചിന്ത കുട്ടികളെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടി ചില മഹാന്മാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, തൻ്റെ വീട്ടിലെ കുട്ടീനെന്ത് ചെയ്യും, തൊട്ടി നനക്കും. തൊട്ടി അനക്കിയിട്ട് കുട്ടീനെന്ത് ചെയ്യാണ്, ഉണർത്തും. എന്തിനാ, ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, കുട്ടി ഇപ്പം തന്നെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കുട്ടികൾ നിസ്കാരം നിർബന്ധമല്ല, പക്ഷേ വീട്ടിലുള്ള കുട്ടികളവിടെ വരെ എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് വിളിച്ചു കൊടുത്തും. അപ്പം എന്തേ കുട്ടികൾ എന്ത് ഈ സമയത്ത് വിളിച്ചു കൊടുക്കുന്നത്, ചെറിയ കുട്ടികളൊക്കെ. അപ്പം ഈ സമയത്തിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്ന് വരെ മഹാന്മാർ തന്റെ കുട്ടികളെ പോലും ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങിക്കിടക്കല്ല, മറിച്ച് ഉണർന്ന് എഴുന്നേൽക്കുക. ആ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് ഒന്ന് പതിവാക്കി നോക്കുക. നമ്മൾ നിസ്കരിക്കുന്നവരാണ്, നമ്മുടെ കൂടെ എല്ലാ ആൾക്കാരും കരീത്തോലൊക്കെ വിളിച്ച പള്ളിക്ക് പറഞ്ഞേക്കാം കുട്ടികളെയൊക്കെ. അങ്ങനെ ചെയ്താൽ ഹബീബായ തങ്ങൾ പറയാ അവരെന്ത് ചെയ്യും? ദിക്ർ ചൊല്ലുന്നവർ ഉൾപ്പെടും എന്ന് പറയാം. അപ്പൊ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ ഓർക്കാനാണ്. അവിടെ മറ്റൊരർത്ഥം വെച്ചത് എന്താണ്? മഹാനായ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ തങ്ങള് ദിക്ർ ചൊല്ലുന്നവർ വിജയിച്ചു എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം എന്താണ്? അൽ മുസല്ലീന വൽ മുസല്ലിയാത്ത്, കൃത്യതയോടെ 5 വക്ത് നിസ്കരിക്കുന്ന എല്ലാ പുരുഷന്മാരുണ്ടോ സ്ത്രീകളുണ്ടോ അവരാണ് ദാക്കിരീങ്ങൾ എന്ന് പറയുന്നത്. അവരെന്ന് നിരന്തരമായിട്ട് അല്ലാഹു തആലയെ ഓർക്കുന്നവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 24 മണിക്കൂർ നമ്മൾ അള്ളാഹു ഓർക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അതെങ്ങനെയാ? അതിനാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടത്, നാം എപ്പോൾ നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിന്റെ കുറച്ച് മുമ്പ് തന്നെ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക. അതെങ്ങനെ ഒരുങ്ങല്? നല്ല രീതിയിൽ വുളു എടുക്കുന്ന വിഷയം ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയാണല്ലോ മനസ്സിൽ. അതുപോലെ നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത്. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത് നിസ്കരിക്കുമ്പോഴാണ്. കാരണം അള്ളാഹുവിന്റെ മുമ്പിലേ നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഓർമ്മ നമുക്ക് വേണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ആ സമയത്ത് അത്തർ ഉപയോഗിക്കുക, അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക. അങ്ങനെ ഞാൻ പറഞ്ഞു, സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ തന്നെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ 18 ദിക്ർ അതിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ചാൽ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വലിയ പ്രത്യേകമായ പദവിയെത്തും. അങ്ങനെ പദവിയെത്തിയ ആൾക്കാർക്ക് പെട്ടെന്ന് തെറ്റിലേക്ക് പോവാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത നിസ്കാരത്തിന്റെ സമയമാവും. അപ്പോൾ വീണ്ടും എടുക്കുന്നു, വീണ്ടും ഈ ദിക്റുകൾ ചൊല്ലുന്നു, വീണ്ടും സുന്നത്ത് നിസ്കരിക്കുന്നു, വീണ്ടും ഫർദ് നിസ്കരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത വീണ്ടും മനസ്സിലേക്ക് വരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്ത നിസ്കാരം. അങ്ങനെ ആവുമ്പോൾ അവരെന്ത് ചെയ്യും? ദാക്കിരീങ്ങൾ ഉൾപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന്. എന്താ ദിക്ർ എന്ന് പറഞ്ഞാൽ? ദിക്ർ എന്നാൽ ദുന്യാവിന്റെ ചിന്ത ഒഴിവാക്കി അള്ളാഹ് എന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരലാണ്. നമ്മളിപ്പോ നമ്മുടെ മൊബൈലിൽ ചാർജ് കയറ്റാറുണ്ട് അല്ലേ? ചാർജ് കഴിഞ്ഞാൽ ചാർജ് കയറ്റും. അതേമാതിരി ഓരോ നിസ്കാരം നമുക്ക് എന്ത് ചെയ്യാണ്? ചാർജ് കയറ്റാനുള്ളതാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ് പിന്നെ ദുന്യാവിന്റെ കാര്യങ്ങളിലേക്ക്, വീട്ടുജോലികളിലേക്ക് നമ്മൾ പോയി. അപ്പൊ ഇങ്ങനെ ഈമാൻ ഇങ്ങനെ കുറച്ച് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത കുറച്ച് ഇങ്ങനെ കമ്മിയായി വന്നു. അപ്പൊ വീണ്ടും നെയ്യാണ് ഫോണിക്ക് ചാർജ് കയറ്റാണ്. അതെന്താണ്? നിസ്കാരം. അപ്പൊ നിസ്കാരത്തിൽ നോക്കുമ്പോൾ നെയ്യും 100% ചാർജ് എത്തണം. അപ്പോഴല്ലേ കാണുമ്പോൾ ആയത്തുള്ളൂ. ഫോണിൽ 100% ചാർജ് ആകുമ്പോൾ കാണുമ്പോൾ ആയത്തല്ലേ. ആ നിസ്കാരം കഴിയുമ്പോൾ 100% ചാർജിലേക്ക് നമ്മൾ എത്തണം. അതായത് അള്ളാഹുവിനെ ഓർക്കുന്നവരും അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നവരും അള്ളാഹുവിന് ദിക്ർ ചൊല്ലാത്തവന്റെയും ഉദാഹരണം എങ്ങനെ പറഞ്ഞറിയും? ചത്തവനെയും ജീവനുള്ളവനെയും പോലെയാണ് എന്നാ പറഞ്ഞത്. ഒരാൾ അള്ളാഹുവിനെ ഓർക്കുക, ദിക്റില്ലാണ്. അതുപോലെ മറ്റൊരാൾ എന്തുണ്ട്? അള്ളാഹുവിന് ദിക്ർ ചൊല്ലണില്ല, ഓർക്കണില്ല. രണ്ടാളെ ഉദാഹരണം എന്താ? ഒരാൾ ജീവനുള്ളവനും ഒരാൾ ചത്തവനെ പോലെയുമാണ് എന്നുള്ളതാണ്. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസ് പറയുന്നുണ്ട്, അള്ളാഹു തആല നാളെ മഹ്ശറിൽ എത്തിയാൽ നമ്മോട് പറയുന്ന ഒരു വർത്താനുണ്ട്. ആ വർത്താനം നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം. നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്താണ്? അള്ളാഹു തആലയെ മറന്നുകൊണ്ട് നിസ്കാരമില്ല, ഓത്തില്ല, പാട്ടില്ല. അള്ളാഹുവിനെ ഓർക്കാതെ ഇവിടെ ജീവിക്കുന്ന കുറെ ആൾക്കാരില്ലേ? ഓരോട് അള്ളാഹു തആല നാളെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ ചോദിക്കാറ്? നിങ്ങള് നാളെ ആ അടിമയോട്, ആ മനുഷ്യനോട് അള്ളാഹു തആല വിളിച്ചു ചോദിക്കും, അലം ഉക്രിമുക അലം അജ്അലക സമീഅൻ ബസീറാ. ഓ പുരുഷ, ഓ സ്ത്രീ, ഞാൻ നിനക്ക് ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നില്ലേ? വേണ്ടതൊക്കെ തന്നില്ല മോളെ. നിനക്ക് ഞാൻ കേൾവി ശക്തി നൽകിയില്ലേ? നിനക്ക് ഞാൻ കാഴ്ച ശക്തി നൽകിയില്ലേ? എന്നിട്ടോ അഫളൻത അന്നക മുലാഖി. അപ്പൊ ആ വ്യക്തി പറയാണ്, അതെ ഒക്കെ നൽകിയെന്ന് പറയാണ്. അപ്പൊ അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫളൻത അന്നക മുലാഖി, നീ എന്തേ എന്നെ
കണ്ടുമുട്ടുമെന്ന് നീ വിചാരിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കാണ്. ഞാൻ നിനക്ക് കൈകൾ നൽകി, കാലുകൾ നൽകി, കാണാനുള്ള കാഴ്ചകൾ നൽകി, കേൾക്കാനുള്ള കേൾവികൾ നൽകി, എല്ലാ അനുഗ്രഹങ്ങളും നൽകി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളവിടുന്ന് സമ്മതിക്കും, നൽകിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് ചോദിക്കുക, അനക്കറിയില്ലേനിയോ ഇതിന്നെ കണ്ടുമുട്ടുമെന്നും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് അനക്കറിയില്ലേനിയോ ചോദിക്കുമ്പോ അദ്ദേഹം പറയാണ്, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, ഞാനത് വിചാരിച്ചിട്ടില്ല, ഞാൻ എന്നെ മറന്നുപോയി എന്ന് അവൻ പറയുമ്പോ അല്ലാഹു തആല അവിടുന്ന് ആ വ്യക്തിയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഫഇന്നി അൻസാക കമാ നസീതനി, അതായത് നീ എന്നെ മറന്നതുപോലെ ഞാൻ ഇന്ന് നിന്നെയും മറക്കുകയാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഉമ്മമാരെ ചിന്തിക്കുക, നമ്മൾ അല്ലാഹുവിനെ ഇവിടുന്ന് മറന്നു കഴിഞ്ഞാൽ നാളെ അല്ലാഹു തആല നമ്മോട് പറയുന്ന വാക്കാണ്, നീ എന്നെ മറന്നതുപോലെ ഞാൻ ഇന്ന് നിന്നെ മറക്കുകയാണ് എന്ന്. അതുകൊണ്ട് നാളെ അല്ലാഹു തആല നമ്മളെ ഓർക്കണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? പടച്ച റബ്ബിനെ കൃത്യമായിട്ട് ഓർക്കുന്നവരാവണം. ഖുർആൻ പറയുന്നത് എന്താ? അവർ അല്ലാഹുവിനെ മറന്നു, അപ്പോൾ അവർ അവരെ തന്നെയാണ് മറന്നു കളഞ്ഞത്. നമ്മുടെ ചിന്തയിൽ അല്ലാഹ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിന്റെയും ആവശ്യമില്ല. നമ്മുടെ ചിന്തയിൽ അല്ലാഹ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാവരെയും പേടിക്കേണ്ടി വരും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരാൾ അല്ലാഹുവിനെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ ചിന്തയാണ് ഒരാളെ മനസ്സിലുള്ളതെങ്കിൽ, പിന്നെ ആരവനെ കൈവിട്ടാലും ഏത് പ്രയാസങ്ങൾ വന്നാലും ആരവനെ പ്രയാസപ്പെടുത്താൻ വിചാരിച്ചാലും പടച്ച റബ്ബ് അവനെ കൊടുക്കുകയില്ല, പടച്ച റബ്ബ് അവനെ സംരക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ നോക്കൂ, നാം അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചു, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല, ഖുർആന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അല്ലാഹു നമ്മളെ കൈവിട്ടാൽ വേറെ ആര് നമ്മളെ രക്ഷിക്കാമെന്നാലും, ഏത് സ്ഥാനാർത്ഥികൾ നമ്മളെ രക്ഷിക്കാമെന്നാലും അല്ലാഹു തആല നമ്മളെ കൈവിട്ടാൽ പിന്നെ നമുക്കൊരു രക്ഷയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കൃത്യമായിട്ട് ഓർക്കുന്നവൻ ആവണം. ഓർക്കാൻ എന്താ ചെയ്യേണ്ടത് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ മതി, പറയപ്പെട്ട സമയങ്ങളിൽ ദിക്റുകളും ചൊല്ലിയാൽ മതി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെയായിരുന്നു? ആയിഷ ബീവി പറയുന്നുണ്ട്, ഹബീബായ തങ്ങളുടെ നിസ്കാരത്തിൽ കരഞ്ഞ് 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 അവിടത്തേക്ക് നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കരഞ്ഞിട്ട് താടി രോമത്തിലൂടെ ഇങ്ങനെ കണ്ണുനീരൊലിക്കും. എന്നിട്ടോ സുജൂദിലും ഹബീബായ തങ്ങൾ കരയും. അങ്ങനെ കരഞ്ഞിട്ട് സുജൂദിലിങ്ങനെ കിടക്കുമ്പോൾ ഹബീബായ തങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് ആ നിലം ആകെ നനയും. ഹബീബായ തങ്ങളോട് ഞാൻ എന്തിനാ നബി നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിസ്കരിക്കണേന്ന് ചോദിക്കപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ. നമുക്കൊക്കെ പടച്ച റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയ നമുക്ക് പിന്നെ പടച്ച റബ്ബിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മളെ ഭർത്താവ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെന്നുകൊണ്ടാണല്ലോ പോകും, ഇപ്പരപ്പ് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതേമാതിരിക്ക് പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കും. അവൻ ചുരുക്കി പറഞ്ഞ ഹബീബായ തങ്ങളുടെ നിസ്കാരം അങ്ങനെയായിരുന്നു. ഹബീബായ തങ്ങൾക്ക് സന്തോഷം വരാനും അവർക്ക് ഏത് പ്രശ്നങ്ങൾക്കും നിസ്കാരമായിരുന്നു പ്രതിവിധിയായി കണ്ടത് എന്നുള്ളതാണ്. സ്വഹാബത്തിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരിക്കലും ഇങ്ങനെ സ്വഹാബത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു സംഭവം പറയണം. എന്താണ് സംഭവം പറയുന്നത്? നമ്മളൊക്കെ അത്തഹിയാത്തിൽ അവസാനം ചൊല്ലാറുണ്ട് എന്ന് ചൊല്ലാൻ കുറിച്ച് ഹബീബായ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആർക്ക്? സ്വഹാബത്തിന്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യണം, ഒരിക്കൽ നബി തങ്ങൾ രാവിലെ ക്ലാസ് എടുത്തു. ദജ്ജാലിനെ കുറിച്ചാണ് ക്ലാസ്. ചില സമയത്ത് നീ ഹബീബായ തങ്ങൾ ഭയങ്കര ശബ്ദത്തിൽ ക്ലാസ് എടുക്കണം, ചില സമയത്തോ ശബ്ദം എല്ലാം കുറച്ചുകൊണ്ട് നീ പറയും. ഇത് കേട്ട് സ്വഹാബത്ത് പേടിച്ചു. സ്വഹാബത്ത് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതായത് മുത്തുനബിയുടെ ആ വർത്താനം കേട്ടിട്ട്, ദജ്ജാലിനെ കുറിച്ചുള്ള വർത്താനം കേട്ടിട്ട് ഈ പള്ളിയുടെ തൊട്ടടുത്ത ഈന്തപ്പനത്തോട്ടത്തിൽ ആ ദജ്ജാൽ എത്തിയിട്ടുണ്ട് എന്ന് വരെ ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്നാണ് സ്വഹാബത്ത് പറയുന്നത്.
ആ രൂപത്തിലാണ് ഹബീബായ തങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. വല്ലാത്ത വിഷമം ഞങ്ങളുടെ മനസ്സിലൊക്കെ. കാരണം എന്താ, ദജ്ജാൽ ഇപ്പൊ വരും എന്നുള്ള മട്ടത്തിലാണ് ഹബീബായ തങ്ങളുടെ ഓരോ സംസാരവും. എന്നാലോ എപ്പോഴാ കൃത്യമായിട്ട് വരികയെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടില്ലേലും അങ്ങനെ വൈകുന്നേരമായപ്പോ ഞങ്ങൾ നബിയുടെ അടുത്തേക്ക് വന്നപ്പോഴും ഞങ്ങളുടെ മുഖത്ത് ആ പേടിയുണ്ട്. അതായത് രാവിലെ ക്ലാസ് കഴിഞ്ഞ് പോയി വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ഹബീബായ തങ്ങൾ അടുത്തേക്ക് വന്നപ്പോ ഞങ്ങളുടെ മുഖത്ത് ആ ഭയങ്കര വിഷമം ഹബീബായ തങ്ങൾ കണ്ടു. നബി തങ്ങൾ അത് മനസ്സിലാക്കി. മാ ശരീരക്കും, എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ഹബീബായ തങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, രാവിലെ അങ്ങ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതേ പറഞ്ഞു. അപ്പൊ അത് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് പേടിയായതാണെന്നാണ് സ്വഹാബത്ത് പറഞ്ഞത്. അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞൊരു വാക്കെന്താ, ഞാനുള്ള സമയത്താണ് ആ ദജ്ജാൽ വരുന്നതെങ്കിൽ ഞാൻ അവനെ നിങ്ങളിൽ നിന്ന് അവനെ ഞാൻ തടയും. അപ്പൊ ഞാൻ തടയും അവനെ. അതല്ല, ഞാൻ വഫാത്തായതിനു ശേഷമാണെങ്കിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണട്ടോന്ന്. എന്നിട്ടോ ആ ദജ്ജാലിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊക്കെ ഹബീബായ തങ്ങൾ പറയാണ്. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ എന്ത് ചെയ്യാൻ ദജ്ജാലിനെ കണ്ടാൽ ഓതണം എന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, ഈ ദജ്ജാൽ എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, ആ ചങ്ങായി എത്ര കാലം ഇവിടെ ഉണ്ടാകുക? അപ്പൊ ഹബീബായ തങ്ങൾ 40 യൗമ, 40 ദിവസമാണ് ദജ്ജാൽ ഇവിടെ ഉണ്ടാവുക. 40 ദിവസം. 40 ദിവസം ഉണ്ടാവുള്ളൂ, സുഖമായല്ലോ. അപ്പൊ ഹബീബായ തങ്ങൾ പറയാണ്, പക്ഷേ ഈ 40 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര? നമ്മളെ 40 ദിവസമല്ലേ? അതിലെ 40 ദിവസത്തിലെ ഒന്നാമത്തെ ദിവസം എത്ര ദൈർഘ്യം ഉണ്ടാവും? ആ സമയത്ത് യൗമുൻ കസനത്തിൻ, അതായത് ഇന്നിപ്പോ ഒരു ദിവസം 24 hours ആണെങ്കിൽ ദജ്ജാൽ വരുന്ന സമയത്തുള്ള ഒന്നാമത്തെ ദിവസത്തിന്റെ ദൈർഘ്യം എത്ര? 1 വർഷത്തെ ദൈർഘ്യം ഉണ്ടാവുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ആ ഒരു ദിവസം കഴിയണമെങ്കിൽ 365 ദിവസം കഴിയാൻ എത്ര സമയം നമുക്ക് എടുക്കുമോ അത്ര സമയം എടുക്കേണ്ടി വരും എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസത്തിന്റെ ദൈർഘ്യം എത്ര? വയൗമുൽ കശഹ്രിൻ, ദജ്ജാൽ വരുന്ന രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമാണ്. അപ്പൊ ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലത്തിന്റെ അത്ര സമയം ഉണ്ടാവും, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം ഉണ്ടാവും. മൂന്നാമത്തെ ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യം ഉണ്ടാവും. അപ്പൊ എത്രയായി? 365 അല്ലെങ്കിൽ 364, പിന്നെ ഒരു മാസം 394, പിന്നെ 401, 402, അങ്ങനെ 440 ദിവസം. ബാക്കിയുള്ള 37 ദിവസത്തോളം സാധാ ദിവസം പോലെ ആയിരിക്കും എന്ന് സ്വഹാബത്തിനോട് പറയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് വെച്ചാല്, ഈ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം കിട്ടാം. ഈ ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴും സ്വഹാബത്ത് അവിടെ ഹബീബായ തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ പ്രസക്തി. എന്താണ്? അപ്പൊ നബിയെ, ആ 1 വർഷം ദൈർഘ്യം ഉണ്ടാവുമല്ലോ ഒരു ദിവസത്തിന്. അപ്പൊ അന്ന് ഒരു ദിവസത്തെ നിസ്കാരമാണോ ഞങ്ങൾ നിസ്കരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ചോദ്യം പ്രസക്തമാണ്. അതായത് 365 ദിവസത്തിന്റെ ആ ടൈം ഉണ്ടാവും. പക്ഷേ രാവിലെ ആയാലും വൈകുന്നേരം ആവണമെങ്കിൽ 365 ദിവസം ആവണം. എത്ര ടൈം ഉണ്ട് അത്ര ഉണ്ടാവും. അപ്പൊ ചോദിക്കാം, അപ്പൊ ഞങ്ങൾ ഒരു ദിവസം നിസ്കാരം നിസ്കരിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞു, പോരാ. കഴിഞ്ഞ അതിന് മുമ്പുള്ള ദിവസം എത്രയായിരുന്നോ നിസ്കാരത്തിന്റെ സമയം, ആ സമയം കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ദിവസത്തിലുള്ള 365 ദിവസത്തെ നിസ്കാരം, ആ ദിവസത്തെ സമയങ്ങളും മുമ്പത്തെ ദിവസത്തെ സമയം കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയാം. അപ്പോ രാവിലെ മുതൽ വൈകുന്നേരം ആവാന് ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് നിസ്കാരത്തിന്റെ സമയം ഉണ്ടായിരുന്നത്, ആ സമയം കണക്ക് കൂടിയിട്ട് ഓരോ സമയത്തും നിങ്ങൾ നിസ്കരിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അപ്പൊ നമ്മുടെ പോയിന്റ് എവിടെയാന്ന് വെച്ചാൽ, അത്രയും ഭീകരമായ സമയത്ത് പോലും സ്വഹാബത്ത് ചോദിക്കുന്നത് എന്താണ്? ഞങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം എന്താ ചെയ്യാ എന്നുള്ളതാണ്. അത്രയ്ക്ക് സ്വഹാബത്ത് നിസ്കാരത്തിന്, ജമാഅത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു. നോക്കിങ്ങൾ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പള്ളിയിലേക്ക് വരാൻ കഴിയില്ല.
അങ്ങനെ വരാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് ഭാഗത്ത് നിന്നും ആൾക്കാർ താങ്ങി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജമാഅത്തിന് വന്നിരുന്നത്. നമുക്കൊരു രോഗാകുമ്പോത്തിന് പള്ളിക്ക് വരാൻ, അല്ല ചെറിയൊരു തല വേദന ആകുമ്പോത്തിന് പള്ളിക്ക് വരാൻ നിസ്കരിച്ചാലും മടി. ഇവിടെ അദ്ദേഹത്തിന് നടക്കാൻ കഴിയാതിരുന്നിട്ട് പോലും രണ്ട് ഭാഗത്തുനിന്നും ആൾക്കാർ പിടിച്ചിട്ട് പോലും അങ്ങനെ അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. സ്വഹാബത്ത് അത്രയും നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കാന യുസല്ലി മിനൽ ലൈലി മാഷാ അല്ലാഹ്, മഹാനായ രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് ധാരാളം നിസ്കരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി തഹജ്ജുദ് ധാരാളം നിസ്കരിക്കും. എന്നിട്ട് എന്താ പരിപാടി? രാത്രിയുടെ അവസാനം എത്തുമ്പോ, അതായത് സുബഹിക്ക് തൊട്ട് മുമ്പ് ഇനി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാനേ സമയമുള്ളൂ, അതായത് കുറച്ചേ തഹജ്ജുദ് നിസ്കരിക്കാൻ സമയമുള്ളൂ, വാങ്ങ് കൊടുക്കാൻ കുറച്ചേ ഉള്ളൂ, അങ്ങനെയുള്ള സമയം എത്തുമ്പോ, രാത്രിയുടെ അവസാനം എത്തുമ്പോ എന്ത് ചെയ്യും? അപ്പൊ അതുവരെ ഉമർ ഒറ്റയ്ക്ക് നിസ്കരിച്ചു തഹജ്ജുദ്. എന്നിട്ട് അവസാന സമയം എത്തുമ്പോ അവിടുന്ന് എന്ത് ചെയ്യും? തന്റെ കുടുംബത്തെയും കൂടി വിളിച്ചുണർത്താറുണ്ടായിരുന്നു. അസ്വലാ അസ്വലാ എന്ന് പറഞ്ഞു കാണും എന്ത് ചെയ്യും? നിസ്കാരം നിസ്കാരം നിച്ചോളി നിച്ചോളി പറഞ്ഞാണ് ഉമർ റളിയല്ലാഹു തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്താറുണ്ടായിരുന്നു. എന്നിട്ടോ സൂറത്ത് ത്വാഹയിലെ 132-ാമത്തെ ആയത്ത് അവിടെ ഓതും, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. കുടുംബത്തോട് നിങ്ങൾ നിസ്കരിക്കാൻ പറയുക, അതിന്റെ പേരിൽ നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നില്ല, നമ്മളാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് എന്ന് അല്ലാഹു തആല പറയുന്ന ആ ആയത്ത് നിങ്ങൾ ഓതിക്കാണ്ടാണ് അദ്ദേഹം കുടുംബത്തെ വിളിച്ചുണർത്തുക. കുടുംബത്തെ നിങ്ങൾ നിസ്കരിക്കാൻ വിളിച്ചുണർത്തുക. അവൻ മാപ്പിളെ വിളിച്ചുണർത്തുമ്പോൾ എന്ത് ചെയ്യുക? അള്ളാഹ് പറയാണ് വസ്തുവിൽ അറിയുക, അതിന്റെ പേര് ക്ഷമിക്കുക. കാരണം എന്താ? ചിലപ്പോൾ വിളിച്ചുണർത്തുമ്പോൾ അഡിക്റ്റ് ചെയ്ത് വരും, ചിലപ്പോൾ ചൂടായിന്ന് വരും, ചിലപ്പോൾ പിരാന്ന് വിളിച്ച് കാണാൻ എന്തെങ്കിലും ചൂടാകും. അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ അത് വിചാരിച്ചു കാണും പറച്ചോഞ്ഞത് മാപ്പിളെ വിളിച്ചത് അയാൾക്ക് അല്ലെങ്കിൽ കുയിന്നും ബാസിയാണ്, അയാളെ വിളിച്ചു കൊടുത്തി അയാൾക്ക് ദേഷ്യം. പിന്നെ അന്നത്തെ ദിവസം മുഴുവനും പിന്നെ ദേശീയകാലം വീർപ്പിച്ച മോറും കൊണ്ട് മുമ്പിരിങ്ങനെ നടക്കും. അപ്പൊ അത് വേണമെന്ന് വിചാരിച്ചണ്ട, എന്താണ് നിങ്ങൾ വിളിച്ചു കൊടുത്തിക്കോളി, അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളി എന്ന് പടച്ചോനെ ഖുർആനിൽ പറയാണ്. കേട്ടോ അള്ളാഹ് പറയും, ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കണില്ല, കാരണം എന്താ? ഞാനല്ലേ നിങ്ങൾക്കൊക്കെ നൽകണത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നല്ല മട്ടത്തിൽ നൽകണമെങ്കിൽ ഞാൻ ഈ പറയുന്ന നിസ്കാരമൊക്കെ നിസ്കരിച്ചോളി എന്ന് പറയാണ്. ഇമാം ദുഖാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു രാത്രി പ്രജകളെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്ന ആളാണ്. നമുക്കറിയാലോ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന നീതിമാനായ ഭരണാധികാരിയാണ്. അവിടുന്ന് രാത്രി കാലങ്ങളിൽ പ്രജകളെ കാര്യം അന്വേഷിക്കാനൊക്കെ പോകും. എന്നാൽ തഹജ്ജുദിന്റെ സമയം എന്ത് ചെയ്യും? നിസ്കാരത്തിന് തന്നെ ചെലവഴിക്കും. എത്രത്തോളം മഹാന് ഷഹീദാണല്ലോ അല്ലെ, ഉമർ റളിയല്ലാഹു അൻഹു കൊലപ്പെട്ടതാണല്ലോ. മഹാൻ ഷഹീദാവുന്നത് പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോഴാണ് മഹാനവറുകൾ ഒരാൾ കത്തിക്കൊണ്ട് കുത്തുന്നത്. പേർഷ്യക്കാരനായ അബുലുഗുലു എന്ന് പറയുന്ന അടിമയാണ് കടാര കൊണ്ട് 3 സ്ഥലത്താണ് ഉമർ റളിയല്ലാഹു അൻഹു ആഞ്ഞു കുത്തുന്നത്. പള്ളക്ക് കുത്തി കിട്ടി കുടൽമാല പുറത്തേക്ക് ചാടി. സ്വഹാബത്ത് ഇത് കണ്ടുകൊണ്ട് കരയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു വന്നപ്പോ ഉമർ റളിയല്ലാഹു ആദ്യം ചോദിച്ചത് എന്താ? ഞാൻ നിസ്കരിച്ച നിസ്കാരം എന്താ പറ്റിയത്, അതിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ്. കാരണം സ്വഹാബത്തൊക്കെ അത്രത്തോളം നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോ നിസ്കാരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വളരെ പ്രാധാന്യം കൊടുക്കണം. നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുക. നിസ്കാരത്തിന്റെ സമയമായാൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നിസ്കരിക്കുന്നവരാവണം. നോക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1-2 മസ്തലകൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ നോക്കുക, ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട 1-2 മസ്തലകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിസ്കാരത്തിന്റെ അകപ്പുകൾ ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളൊക്കെ അത് കുറച്ച് പറയാം, ചില മസലകൾ ചർച്ച ചെയ്യുക. അങ്ങനെ ആവട്ടെ നമ്മുടെ ക്ലാസ്സുകൾ. നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മസലയും പറയാം. അതായത് അതിൽ നമുക്ക് അറിയുന്ന വിഷയമാണെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയാം. ഹൈദ് നിഫാസിന്റെ സമയത്തുള്ള നിസ്കാരം നമുക്കറിയാം, നിസ്കരിക്കാൻ പറ്റൂല, ഖളാ വീട്ടാനും പറ്റൂല, അത് ഹറാമാണ്. ആർത്തവരക്തം ഉണ്ടാകുന്ന സമയത്തും നിഫാസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നിസ്കാരം ഹറാമാണ്, നിസ്കരിച്ചാൻ പറ്റൂല, ഖുർആൻ ഓതാനും പറ്റൂല, കണ്ടു കാണുവാൻ പറ്റൂല, കാണാതെ ഓതാൻ പറ്റൂല.
ഖുർആൻ നോക്കണീനും കുഴപ്പമില്ല, ഖുർആൻ കേൾക്കണീനും കുഴപ്പമില്ല, മനസ്സിലൊന്നണീനും കുഴപ്പമില്ല. എന്നാൽ ഈ സമയത്ത് ചില നിസ്കാരങ്ങൾ നിസ്കരിക്കേണ്ടതുണ്ട്. അതാണ് നമ്മളൊന്ന് പറയുന്നത്. നിഫാസിന്റെ സമയത്ത്, മെൻസസ് സമയത്ത് ചില നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട്. അതേതാണ്? അറിയാത്തവരാണെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കണം. അതായത് ഇതിന്റെ തുടക്കത്തിൽ ഒരു ഹൈദുകാരിക്ക് ഹൈദുണ്ടാകുന്ന തുടക്കത്തിൽ, അതുപോലെ തന്നെ രക്തം മുറിയുന്ന അതിന്റെ അവസാന സമയത്തും ഉള്ള നിസ്കാരം അവർ നിസ്കരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണത്? ഉദാഹരണം പറയാം. ഒരു സ്ത്രീക്ക് ഹൈദുണ്ടാവുന്നത് എപ്പോഴാണ്? ളുഹറിന്റെയും അസറിന്റെയും ഇടയിലാണ് രക്തം പുറപ്പെടുന്നതെങ്കിൽ അസർ മുതലുള്ള നിസ്കാരം അവൾക്ക് നിസ്കരിച്ചാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ളുഹറിന്റെയും അസറിന്റെയും ഇടയിലാണ് പുറപ്പെടുന്നതെങ്കിൽ അസർ മുതലുള്ള നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല എന്ന സംശയമില്ല. പക്ഷേ അവിടെ ളുഹർ നിസ്കരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ നോക്കിക്കൊണ്ട് കുറച്ച് സമയം ളുഹറിന്റെ ശുദ്ധിയിലാണ്, കുറച്ച് സമയം ശുദ്ധിയിലല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? വാട്ട് വിൽ ഡു? നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ളുഹറിന്റെ സമയം ആയി, കുറച്ച് സമയം കഴിഞ്ഞു, നമുക്ക് ളുഹർ നിസ്കരിക്കാൻ സമയത്ത് ആ സമയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ളുഹർ നിസ്കരിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ആ ളുഹർ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. ഓക്കെ, അതായത് ളുഹറിന്റെയും അസറിന്റെയും സമയത്തിനിടയിലാണ് അവർക്ക് ഉണ്ടായതെങ്കിൽ ളുഹർ നിസ്കരിക്കാനുള്ള ഒരു സമയം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ളുഹർ നിസ്കരിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് എന്ത് ചെയ്തു? ഹൈദുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇത് ശുദ്ധിയായതിനു ശേഷം ആ നിസ്കാരം അവർ ഖളാ വീട്ടണം. ഇനി ഇതിപ്പോ ഇവർക്ക് മാത്രമുള്ള കാര്യമല്ല. ഹൈദ്, നിഫാസ്, ഭ്രാന്ത്, ഇതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അതേ മരിക്കാം. ഒരാൾക്കിപ്പോ ഭ്രാന്തായി. എപ്പോ? ളുഹറിന്റെ സമയം 12:30 ഒരു 12:45 ഭ്രാന്തായി, അല്ലെ ബോധം കിട്ടും. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ ബോധം എപ്പോഴാ? 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഭ്രാന്ത് മാറണമെങ്കിൽ അസർ മുതൽ നിസ്കാരം അയാൾ നിസ്കരിച്ചണ്ട, പക്ഷെ ആ ളുഹർ അയാൾ നിസ്കരിക്കണം. കാരണം അയാൾക്ക് അവിടെ ഒരു നിസ്കരിക്കാനുള്ള സമയം കിട്ടിയിരുന്നു എന്നുള്ളതാണ് കാരണം. അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, നമുക്ക് നിസ്കരിക്കാനുള്ള സമയം മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ വക്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശേഷം എന്ത് ചെയ്യണം? പിന്നീട് ശുദ്ധിയായ സമയത്ത് ആ നിസ്കാരം നമ്മൾ ഖളാ വീട്ടണം എന്നുള്ളതാണ് ഒരു മസ്അല. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. രണ്ടാമത്തെ മസ്അല, ഇനി ഇത് അവസാനിക്കുന്ന സമയം. അവസാനിക്കുന്ന സമയം, ആ സമയത്ത് ഈ രക്തം മുറിയുന്ന സമയം ഏതെങ്കിലും 2 നിസ്കാരത്തിനിടയിലായിരിക്കുമല്ലോ. ആണ്. അപ്പൊ ളുഹറും അസറിന്റെ എടുത്തോളി, അല്ലെ വേണ്ട, ഇപ്പൊ മഗ്‌രിബ് ഇശാ ആയിക്കോട്ടെ. മഗ്‌രിബിന്റെ ഇശാന്റെ ഇടയിലാണ് അവർക്ക് ശുദ്ധിയാവുന്നത്, രക്തം ആ സമയത്ത് അവസാനിക്കുന്നത്, രക്തം മുറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാനുള്ള സമയമെങ്കിലും അവിടെ ബാക്കി ഉണ്ടെങ്കിൽ ആ നിസ്കാരം അവൻ നിസ്കരിക്കണം, അല്ലെങ്കിൽ ഖളാ വീട്ടണം. അപ്പൊ മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞ് ഇശാന്റെ സമയം ആവാൻ ഒരു 5 മിനിറ്റ് ഉണ്ട് വിചാരിച്ചോളി. അപ്പോഴാണ് നമുക്ക് ശുദ്ധിയാവുന്നത്, രക്തം മുറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാനുള്ള സമയം ബാക്കിയില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധിയാവാൻ കഴിയുകയാണെങ്കിൽ ശുദ്ധിയായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ നിസ്കരിക്കണം, അല്ലെങ്കിൽ ആ മഗ്‌രിബ് നിസ്കാരം നമ്മൾ ഖളാ വീട്ടണം. ഇപ്പൊ 2 നിസ്കാരം, തുടക്കത്തിലുള്ള നിസ്കാരവും അവസാനത്തെ സമയത്തുള്ള നിസ്കാരവും എന്ത് ചെയ്യണം? ഖളാ വീട്ടണം എന്ന് നമ്മൾ പറഞ്ഞു. അവസാനത്തെ നിസ്കാരത്തിന്റെ ഇപ്പൊ എങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞത്? ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാനുള്ള സമയം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാത്ത ടൈമൊന്നും വേണ്ട, വെയിറ്റ് ഒന്നും കൂട്ടണ്ട. അപ്പൊ ആ സമയം അവനക്ക് ആ വക്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ശുദ്ധിയായിട്ട് അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ആ നിസ്കാരം നിസ്കരിക്കുക, അല്ലെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടണം. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഇതിന്റെ തുടക്കത്തിൽ, നിഫാസിന്റെ തുടക്കത്തിലുള്ള നിസ്കരിക്കാൻ സമയം അവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ആ നിസ്കാരം ഖളാ വീട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെ. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ നിസ്കാരം മാത്രമല്ല, അതിന് മുമ്പുള്ള നിസ്കാരവും ഖളാ വീട്ടേണ്ടി വരും. അതാണ് ഈ പറയുന്നത്. ചില ഘട്ടങ്ങളിൽ ആ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള നിസ്കാരവും ഖളാ വീട്ടേണ്ടി വരും. അതെങ്ങനെയാണ്? നോക്കി നിങ്ങൾ,
നമ്മൾ മുഹൂറിന്റെ സമയത്താണ് ഒരു സ്ത്രീക്ക് ശുദ്ധിയാവുന്നത്, രക്തം മുറിയുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ആ മുഹൂർ മാത്രം ഖളാ വീട്ടിയാൽ മതി. എന്നാൽ ഒരു സ്ത്രീക്ക് അസറിന്റെ സമയത്താണ് ശുദ്ധിയാവുന്നത്, അസറിന്റെ സമയത്താണ് ഒരു സ്ത്രീക്ക് ശുദ്ധിയാവുന്നത് എങ്കിൽ അവൾ എന്ത് ചെയ്യണം? അസറും അതിന് മുമ്പുള്ള മുഹൂറും ഖളാ വീട്ടണം, മടക്കി നിസ്കരിക്കണം, ഖളാ വീട്ടണം എന്നുള്ളതാണ്. അപ്പൊ അസറിന്റെ സമയമാണ് ശുദ്ധിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ എന്ത് ചെയ്യണം? അസറും ഖളാ വീട്ടണം. അവിടെ നമുക്ക് തക്ബീർ കെട്ടാനുള്ള ടൈം ഉണ്ട് കേട്ടോ. ടൈം ഇല്ലെങ്കിൽ വിഷയമല്ല, അവിടെ നിസ്കരിക്കാനുള്ള ടൈം കിട്ടിയിക്കണേ. നിസ്കരിച്ചിട്ടില്ലെങ്കിലും അതിന് ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ അസറും അതിന് തൊട്ട് മുമ്പുള്ള ളുഹറും ഖളാ വീട്ടണം. അത് നിർബന്ധമാണ്. ഈ നോക്കി, ഒരാൾക്ക് മഗ്‌രിബിന്റെ സമയത്താണ് രക്തം മുറിയുന്നതെങ്കിൽ ഒരു സ്ത്രീക്ക് അവിടെ സമയമുണ്ട് നിസ്കരിക്കാനുള്ള, അപ്പൊ മഗ്‌രിബ് മാത്രം ഖളാ വീട്ടിയാൽ മതി. പക്ഷെ ഇശാഇന്റെ സമയത്താണ് രക്തം മുറിയുന്നതെങ്കിൽ അവൾ എന്ത് ചെയ്യണം? ആ ഇശാവും അതിന് മുമ്പുള്ള മഗ്‌രിബും ഖളാ വീട്ടണം. അപ്പൊ ഇതാണ് മസ്അല. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം എന്തേ, നമ്മൾ സാധാരണ അതിന്റെ മുമ്പുള്ള നിസ്കാരത്തോടെ ജംആക്കി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ളുഹറും അസറും. അസറിന് എന്ത് ചെയ്യാൻ കഴിയും? അസറിന്റെ കൂടെ ളുഹറൊക്കെ ജംആക്കി നിസ്കരിക്കാൻ പറ്റും, ളുഹറും അസറും ജംആക്കി നിസ്കരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പൊ അസറിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇശാന്റെ സമയത്താണ് ഇത് ഇങ്ങനെ ശുദ്ധിയാവുന്നതെങ്കിൽ അതിന്റെ മുമ്പുള്ള നിസ്കാരം അടക്കം ഖളാ വീട്ടുക. അതെല്ലാം ളുഹറിന്റെ സമയത്തോ മഗ്‌രിബിന്റെ സമയത്തോ ആണെങ്കിൽ അത് മാത്രം ഖളാ വീട്ടിയാൽ മതി. മറ്റുള്ളതൊന്നും ഖളാ വീട്ടൽ ഹറാമാണ് എന്നുള്ളതാണ്. ഇത് ഇവർക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഒരാൾക്ക് ഭ്രാന്തായാലും ഇതേ വിധി തന്നെയാണ്. ഒരാൾ നോക്കിങ്ങളെ ചിലപ്പോൾ ഒരാൾ സംശയം ചോദിക്കുന്നത്, ഒരാൾ മുസ്ലിമായപ്പോ എപ്പോഴാണ് മുസ്ലിമായത്? അയാൾ ളുഹറിന് എന്ത് ചെയ്യാണ്? പള്ളിക്ക് വന്നാണ് ഉസ്താദെ ഞാൻ മുസ്ലിമായി. എന്നാൽ ആ വക്തിൽ എന്ത് ചെയ്യണം? അയാൾക്ക് ളുഹർ നിസ്കാരം നിസ്കരിക്കാൻ തക്ബീർ കെട്ടാനുള്ള സമയം ഉണ്ടെങ്കിൽ അയാള് ആ നിസ്കാരം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത്തരം ഇൽമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി പഠിക്കുക, നമ്മൾ പാലിക്കുക. എത്ര പഠിച്ചാലും തീരാത്ത ഇൽമിന്റെ ശേഖരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കാൻ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇൽമിനെ കുറിച്ച് മഹാന്മാർ എന്താ പറഞ്ഞത്? അതായത് ഒരിക്കൽ ശുഐബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് സോഹൈൽ റളിയല്ലാഹു അൻഹു പറയാ, ലാ തജ്ലിസ് ഇല്ലാ മഅഹദി റജുലൈനി, നിങ്ങൾ എന്ത് ചെയ്യുക ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ എന്ത് ചെയ്യരുത്? ഇപ്പൊ രണ്ടാൾക്കാരെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. മഹാൻ പറയാണ്, രണ്ടാൾക്കാരെ കൂടെ മാത്രമേ നിങ്ങൾ ഇരിക്കാൻ പറ്റുള്ളൂ. രണ്ട് സ്വഭാവമുള്ള ആൾക്കാരെ കൂടെ അല്ലാതെ നിങ്ങൾ ഇരിക്കരുത്. ഏതാണത്? റജുലുൻ ജലസ്ത ഇലൈഹി യുഅല്ലിമുക ഖൈറൻ ഫതഖബലു മിൻഹു. അതായത് ഒരു പെണ്ണിന്റെ അടുത്ത് പോയി ഇരുന്നുങ്ങള്, അല്ലെങ്കിൽ ഒരാളടുത്ത് പോയി ഇരുന്നാല് നിനക്ക് അവരെന്ത് ചെയ്യണം? ഇൽമു പഠിപ്പിച്ചു തരണം. അവരിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം കിട്ടണം. അങ്ങനെയുള്ള ആളത്തെ നിങ്ങൾ പോയിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ നമ്മൾ ഒരാൾക്ക് പോയിരുന്നാൽ നമ്മൾ പറയുന്ന ഒരു നല്ല കാര്യം അയാൾ കേൾക്കാൻ തയ്യാറാവണം. ഇങ്ങനെയുള്ള രണ്ട് ഗുണങ്ങളുള്ള ആളത്തെ പോയിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഒരു കൂട്ടുകാരെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരെ തെരഞ്ഞെടുക്കണ്ടേ? ഒന്നല്ലെങ്കിൽ ഓൻ്റെ അടുത്ത് നല്ല കാര്യങ്ങൾ കേൾക്കാൻ കഴിയണം, അങ്ങനത്തെ ആളെ തെരഞ്ഞെടുക്കണം. അല്ലെങ്കിലോ ഞാൻ പറയുന്ന നല്ല കാര്യം ഓന് കേൾക്കാൻ തയ്യാറാവണം. ഇങ്ങനെയുള്ളതല്ലാത്ത ഒരാളെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് മഹാൻ പറയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് കൃത്യമായി നമ്മൾ നിർവഹിക്കുക. നിസ്കാരം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ നമുക്ക് അള്ളാഹിനെ ഓർക്കുന്നവർ ഉൾപ്പെടണമെങ്കിൽ കൃത്യമായ രീതിയിൽ നിസ്കരിച്ചാൽ മതി. അതുപോലെ പറയപ്പെട്ട സമയത്ത് ദിക്റുകൾ നമ്മൾ പതിവാക്കിയാൽ മതി. അതുപോലെ തന്നെ മസ്അലയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. ഇനി മസ്അലകൾ കുറെ ചർച്ച ചെയ്യാറുണ്ട്. മക്കളെ നിസ്കരിക്കാൻ പറയുന്നതുമായി ബന്ധപ്പെട്ട മസ്അല നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. ഖളാ വീട്ടുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഖളാ വീട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യണം. ഒരാൾക്ക് നിസ്കാരം ഖളാ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഉറക്ക് മറവി, ഇതൊക്കെ നമുക്കുള്ള ഉറക്കം മറവിയാണോ എന്നുള്ളത് ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് കുറേ നിസ്കാരം ഉണ്ടെങ്കിൽ ആദ്യം ഏതാ ഖളാ വീട്ടേണ്ടത്, കാരണത്തോട് കൂടെ നിസ്കാരം ഖളാ ആയതുണ്ടോ
കാരണമില്ലാതെ കളായതുണ്ടോ, എന്താണ് അതിന്റെ വിധികൾ എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യണം. അപ്പോൾ നമ്മുടെ മക്കളെ 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ ഓരോ രക്ഷിതാക്കൾക്കും നിർബന്ധ ബാധ്യതയാണ്. ആ കുട്ടി നിസ്കരിക്കുന്നത് വരെ നിസ്കാരം കൊണ്ട് ആ കുട്ടിയെ കൽപ്പിക്കണം. ഇല്ലെങ്കിൽ കുട്ടിക്ക് കുറ്റം കിട്ടൂല, നമ്മക്കാണ് അതിന്റെ കുറ്റം കിട്ടുക. ആ കുട്ടിക്ക് തന്റെ ഇടം എത്തുന്നത് വരെ, പ്രായപൂർത്തി ആകുന്നത് വരെ കുട്ടിയോട് പറയണം. ചില കുട്ടികളോട് ഒരു വട്ടം പറഞ്ഞാൽ പന്ത് മുഴുവൻ നിസ്കരിക്കും, എന്നാൽ ഒരു വട്ടം പറഞ്ഞാൽ മതി. ചില കുട്ടികളോട് നിരന്തരമായിട്ട് പറയേണ്ടി വരും ഓരോ വക്തിനും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയൽ ഓരോ ഉമ്മക്കും ഉപ്പക്കും നിർബന്ധമാണ്. അല്ലെങ്കിൽ അവർ ആ കാരണം കൊണ്ട് ശിക്ഷിക്കപ്പെടും. നാളെ നമ്മൾ ചിലപ്പോൾ ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള വിഭാഗത്തിലേക്കാരം. പക്ഷേ നമ്മുടെ മക്കൾ നിസ്കരിക്കാത്ത കാരണം കൊണ്ട് അവർ നരകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ മക്കൾ പറയും, പടച്ചോനെ ഇന്ന മാത്രം കൊണ്ടുപോയാ പോരാ, എന്നോട് ആ ഉമ്മ നിസ്കരിച്ചാൽ പറഞ്ഞിട്ടില്ല, എന്നോട് ഇന്റെ ഒപ്പം നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ആ ഒരൊറ്റ പറച്ചിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നരകത്തിലേക്ക് പോകേണ്ടി വരും. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാവുക. ആ നിസ്കാരം കൊണ്ട് മറ്റുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരെയും കൂടി നിസ്കരിപ്പിക്കുന്ന നല്ല സഹോദരിമാരിൽ, ഉമ്മമാരിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള രോഗമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കമി കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തെരഞ്ഞെടുപ്പ് സമയമാണ്, നമ്മൾ വല്ലാതെ ഇടപെടുന്നില്ല, നമുക്കറിയാം. നല്ലത് പറയുക, നല്ലത് കേൾക്കുക. സംസാരിക്കുന്നത് 3 കാര്യങ്ങളാവണം. ഒന്ന്, നല്ല സത്യസന്ധമായ കാര്യങ്ങൾ പറയുക. പറയുന്നത് നമുക്കും ഉപകാരം വേണം, കേൾക്കുന്നവർക്കും ഉപകാരം വേണം. പറയുന്നത് നന്മ നിറഞ്ഞ കാര്യം ആവണം. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഭർത്താക്കന്മാരെ ഉണർത്തുക. വെറുതെ മറ്റുള്ളവരെ കുറ്റം കുറവും ഏറ്റിങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്ത് നമ്മുടെ അമലുകൾ എന്ത് ചെയ്ത് നമ്മൾ ബാക്കിലാക്കി കളയരുത്. നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഗുണത്തിന് വേണ്ടി, ഗുണം ചെയ്യുന്നവർക്ക് വേണ്ടി നല്ല ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വോട്ട് ചെയ്യുക. അതാർക്കാണെങ്കിലും നമുക്ക് ഉപകാരമുള്ളവരാവണം, നമ്മുടെ ദീനിനെ സ്നേഹിക്കുന്നവരാവണം, നമ്മുടെ ഇസ്ലാമിനെ സഹായിക്കുന്നവരാവണം. ആ രീതിയിൽ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അല്ലാഹു തആല നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചില ആൾക്കാർ നിസ്കാരത്തിന്റെ സമയത്തും ഒച്ചമുണ്ടാക്കിയാണ് ഇവിടെ പോകുന്നതാണ്. നാളെ പോകുന്നത് ആരെയും നമ്മളെ കാര്യപ്പെട്ട ആൾക്കാരെന്നെ ഈ കാര്യം ഉണ്ടാവുക. അതൊക്കെ ശ്രദ്ധിക്കുക. നിസ്കാരത്തിന് വാങ്ങ് കൊടുക്കുമ്പോഴും വന്നപ്പോൾ വാങ്ങ് കൊടുക്കുമ്പോഴും കൂടെ പാട്ടിട്ട് അവിടെ പോകുന്നുണ്ട് ജീപ്പിൽ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിസ്കാര സ്വലാത്തും മറ്റുള്ള ഒഴിവാക്കിക്കാണ്ട് മറ്റുള്ള ദുനിയാവിന്റെ പരിപാടിയിലേക്ക് പോകാൻ പറ്റൂല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ആഖിറത്തിന്റെ കാര്യത്തിന് മുൻഗണന കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ദുനിയാവിന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, രാഷ്ട്രീയ പ്രവർത്തനം ഏതാണെങ്കിലും അത് നല്ല നിയത്തോടെ ചെയ്താൽ എന്ത് ചെയ്യും, സേവനാണല്ലോ, അള്ളാഹു കൂലി കിട്ടും. ഒക്കെ ഓർമ്മപ്പെടുത്തണം. നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും, ഭർത്താക്കന്മാരെ കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ നമ്മിൽ നിന്ന് പരിപൂർണ്ണമായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ അല്ലാഹുവേ, നമ്മൾ ഇത്രയും നേരം ഒരുമിച്ച് കൂടി നിന്റെ ഇൽമു പറഞ്ഞു, ഓരോ മഹാന്മാരുടെ പേരുകൾ പറഞ്ഞു. ആ മഹാന്മാരൊക്കെ ബർക്കത്ത് കൊണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്.
റഹ്മാനെ മനസ്സ് കൽബ് നീ നന്നാക്കണേ റഹ്മാനെ. നിസ്കാരത്തെ കുറിച്ചുള്ള ക്ലാസ്സാണ് പറയുന്നത്. ഈ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട്, പറയപ്പെട്ട മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അവിടേക്ക് നിസ്കാരം എങ്ങനെയായിരുന്നോ അതുപോലെ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുവാനും അതുപോലെ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിച്ച ഇന്ന് വരെ നിസ്കരിച്ച എല്ലാ നിസ്കാരങ്ങളും നീ പരിപൂർണമായി സ്വീകരിക്കണേ റഹ്മാനെ. അതിലുള്ള തെറ്റുകളും കുറവുകളൊക്കെ പരിപൂർണമായി പരിഹരിച്ചുകൊണ്ട് നല്ല ഖുശൂഅോടുകൂടെയുള്ള നിസ്കാരം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നന്മകൾ ചെയ്യാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് പറയാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റണേ റഹ്മാനെ. ബദരീകളെ തവസ്സുൽ ഞങ്ങൾ ചൊല്ലി അവിടുത്തെ മഹത്തായ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ, രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. വേദനകൾ നീ മാറ്റണേ റഹ്മാനെ. കുടുംബജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. വീട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. മക്കൾ നീ സ്വാലിഹായ മക്കൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ വെച്ച് വിളമ്പുന്ന ഭക്ഷണത്തിനൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ ജോലിയിൽ സമ്പത്തിനൊക്കെ നീ ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും കുടുംബങ്ങളെ ഭർത്താക്കന്മാരെ മക്കൾ സഹോദര സഹോദരിമാരെ ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാം നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂൽ മബ്റൂറുമായ ഹജ്ജുൽ ഉംറയും ചെയ്യുവാൻ, ആ ഹബീബായ തങ്ങളെ റൗള സിയാറത്ത് ചെയ്യാൻ, മുത്തുനബിയെ കാണാൻ ഈ ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الانبياء والمرسلين والحمد لله رب العالمين. ഇന്നത്തെ നമ്മുടെ സദസ്സിലേക്കുള്ള ചീര് നമുക്കറിയാൻ നിധിയറാക്കാൻ്റെ ഉപരിവൈഫിൻ്റെ വകയാണ്. അല്ലാഹു തആല ആ കുടുംബത്തിൻ്റെ സ്വീകരിക്കട്ടെ. ആ രണ്ടുപേരുടെയും ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിച്ചു കൊടുക്കട്ടെ. അവരുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മക്കളെ ജോലിയിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് ജോലി സമ്പത്തിനൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.